കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. മോളെ പറഞ്ഞത് കേട്ടോ? ഏട്ടൻ പറഞ്ഞ സത്യം. ഹരിയേട്ടനെ പോലെ ജയേട്ടനും ഭാര്യ വിട്ടുകളയാൻ പോകുന്നില്ല. അവളുടെ തന്ത്രം വേറെയാ. ഇവിടെ വഴക്കുണ്ടാക്കി എങ്ങനെയെങ്കിലും ജയേട്ടനെയും കൊണ്ട് പുറത്തു പോണം. എന്തായാലും ശരി, അവള് മുന്നിലേക്ക് വരുമ്പോ എനിക്ക് കലി ഇളകും. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുകയും ചെയ്യും. എല്ലാവരും കൂടി തന്നെ അവിടെ പൊരിക്കുവല്ലേ? ഇന്ന് ഞാൻ തിരിച്ചു പറഞ്ഞു ലാലേട്ടാ. അങ്ങനെ പറയണം. എന്തായാലും അമ്മ വരുമ്പോ തനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. പിന്നെ ഇവിടെയുള്ള എല്ലാവരും എന്റെ ചെലവിലാ കഴിയുന്നത്. എന്റെ ഭാര്യയാണ് താൻ. അവിടെ തനിക്ക് ആരുടെ മുന്നിൽ ചൂളേണ്ട കാര്യമില്ല. എനിക്ക് മടുത്തു ലാലേട്ടാ. അതുകൊണ്ട് എന്നെ കൊണ്ടുവിടാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തോറ്റോടി കഴിഞ്ഞാ നമുക്കിന്ന് ഓടാനേ സമയം കാണും. അമ്മ വന്ന എന്തായാലും എനിക്ക് പോവേണ്ടി വരില്ലേ? അല്ലെങ്കിൽ അമ്മ എന്നെ കൊണ്ട് എന്റെ വീട്ടിൽ വിടില്ലേ? അത് അമ്മ വരുമ്പോ അല്ലേ? ഹേമേച്ചൻ ചാരു ഒന്നും പറയുന്നത് കേട്ട് നിൽക്കാൻ വയ്യ ലാലേട്ടാ. അതുപോലെ തന്നെ എന്നോട് വളരെ മോശമായിട്ട് പെരുമാറിയിട്ട് ലാലേട്ടന്റെ അളിയൻ എന്നെ ഒരു സ്വഭാവ ദോഷമുള്ള പെൺകുട്ടിയായിട്ട് ചിത്രീകരിക്കുക. അവനെ കുനിച്ചിരുത്തിടിക്കേണ്ട സമയം കഴിഞ്ഞു. ഒരു ദിവസം ഞാൻ അവനെ സ്നേഹത്തോടെ വിളിച്ചോണ്ട് പോകും. എന്നിട്ട് ഏതെങ്കിലും ആളൊഴിഞ്ഞൊരു കോണി കൊണ്ടുപോയി ഇടിച്ചവനെ പരിപ്പിളക്കും. അതൊക്കെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയുള്ളൂ. ഹേമച്ചിയുടെ കണ്ണില് ഞാനാ തെറ്റുകാരി. ഇവിടെ ലാലേട്ടൻ ഇല്ലാത്തപ്പോ എനിക്ക് വേണ്ടി വാദിക്കാൻ അച്ഛൻ മാത്രമേ ഉള്ളൂ. അതിനൊരു പരിധിയുണ്ടല്ലോ. എല്ലാം പരിധി വിട്ട് പൊയ്ക്കൊണ്ടിരിക്കോ? ഇത്രയില്ലെങ്കിലും ഇതുപോലുള്ള പല പ്രശ്നങ്ങളും മുൻപൂടെ നടന്നിട്ടുണ്ട്. ഏട്ടത്തെ ഒരു ദിവസം ചാരുന്റെ കരണത്തടിച്ചിട്ടുമുണ്ട്. അതിനുശേഷം അമ്മ ഏട്ടത്തിയുടെ തലയടിച്ച് പൊട്ടിച്ചത്. ഏട്ടത്തെ കുറ്റം പറയാൻ പറ്റില്ല. ഏട്ടത്തിക്കൊപ്പം ഏട്ടനെ. അതുകൊണ്ടാ അമ്മ ജയിലിൽ പോയി കഴിഞ്ഞാ ഞാൻ അവരെ കാണാൻ പോകുന്നത്. ഇപ്പൊ അമ്മയായാലും അച്ഛനായാലും മക്കളായാലും ക്രിമിനൽ മെന്റാലിറ്റി ഉള്ളവരാരായാലും ജയിലിൽ കിടക്കും. അല്ലാതെ എന്തു പറയണമെന്ന് എനിക്കറിയില്ല. ലാലേട്ടന്റെ ധർമ്മസങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനിയിപ്പോ എനിക്ക് വേണ്ടി വാദിക്കാനും തല്ലുകൂടാനും ഒന്നും നിൽക്കണ്ട. സത്യം പറഞ്ഞ ഞാൻ ഇതിനകത്തിരുന്ന് ശ്വാസം മുട്ടുക. അച്ഛനോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് എങ്ങും പോകരുതെന്ന്. ചാരു ഹേമേച്ചയും കൂടെ ഇടയ്ക്കിടയ്ക്ക് പുറത്തൊക്കെ ചുറ്റാൻ പോകുന്നുണ്ട്. ആ സമയത്ത് പ്രേമേട്ടൻ ഒറ്റയ്ക്കാ ഇവിടെ. അങ്ങനെയുള്ളപ്പോ അച്ഛനും കൂടെ ഇല്ലാതിരുന്ന അയാള് പഴയതുപോലെ എന്നോട് പെരുമാറുമെന്ന് എനിക്ക് പേടിയുണ്ട് ലാലേട്ടാ. അവനതല്ല, അതിനപ്പുറവും ചെയ്യും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അവന് നല്ല ഇടിയുടെ കുറവുണ്ടെന്ന്. ഇതുപോലെ ഒരുത്തനെ പെങ്ങന്മാരുടെ ഭർത്താവായി കിട്ടിയിട്ട് ഒരു കാര്യമില്ല. അവൻ ചത്തുപോയാൽ ഇതിനേക്കാൾ നന്നായിട്ട് ഹേമ ജീവിക്കും. വീടിനും ഭാര്യയ്ക്കും ഭാര്യ വീടിനും പ്രയോജനമില്ലാത്ത ഒരുത്തൻ. നമുക്ക് അവന്റെ ഒന്നും വേണ്ട. അവന്റെ ഭാര്യയായിട്ട് അവന്റെ വീട്ടിൽ പോയി താമസിച്ചാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവന് മാസാമാസം എന്താണ് വേണ്ടെന്ന് വെച്ചാൽ അത് ഞാൻ എത്തിച്ചു കൊടുത്തേനെ. ഇത് ഭക്ഷണം ഉൾപ്പെടെ ഇവിടുന്ന് കഴിച്ചിട്ട് ആ കുത്തിൽ ഇവിടെ ഉള്ളവരോട് തീർക്കുക. ഇങ്ങനെ ഉച്ചത്തിൽ സംസാരിക്കില്ല ലാലേട്ടാ. അപ്പുറത്തോ ഇപ്പുറത്തോ വന്ന് നിന്ന് കേൾക്കും. കേൾക്കട്ടെ. എന്നിട്ട് നാണോ മാനോ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി പോട്ടെ. നാണം കെട്ടവൻ. അല്ല, എന്റെ പെങ്ങളുടെ സ്വഭാവത്തിന് ഇതുപോലത്തെ ഒരുത്തനല്ലാതെ പിന്നെ ആരെ കിട്ടാനാ? ഇനി അവളുടെ അനിയത്തി ഒരുത്തി അതിന്റെ ഇരട്ടിയായിട്ട് പടർന്ന് പന്തലിച്ച് വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഉടനെ അവളുടെ കെട്ട് കാണും. അവൾ ആരുടെ കഴുത്തിൽ കുടുക്കിട്ട് മുറുക്കൊന്ന് കണ്ടറിയണം. ഹേമയ്ക്ക് കൊടുത്തതിന്റെ ഇരട്ടി കൊടുത്ത് ചാരുവിനെ കെട്ടിക്കണമെന്നാണ് അമ്മയുടെ തീരുമാനം. എന്ത് വേണമെങ്കിലും കൊടുക്കാം. കല്യാണം കഴിഞ്ഞ് പോകുന്ന പെങ്ങന്മാര് ഭർത്താവിന്റെ വീട്ടിൽ ഉറച്ചു നിൽക്കണ്ടേ? അവിടെയുള്ളവരെ സ്നേഹിച്ച് അവർക്കൊപ്പം നിൽക്കണ്ടേ? ഇത് നായ്ക്കളെ വിലയ്ക്ക് വാങ്ങുന്നതിന് പകരം ഭർത്താക്കന്മാരെ വിലയ്ക്ക് വാങ്ങുക. വാലാട്ടി നിൽക്കാൻ.
ദീമോളെ, നമുക്ക് ദീപി ഇങ്ങ് വിളിച്ചോണ്ട് വന്നാലോ? ആ അത് തന്നെയാ നല്ലത്. ലാലേട്ടന്റെ അമ്മയുടെ തനി സ്വഭാവം ആ രണ്ട് പെൺമക്കളും. ഇളയതാണെങ്കി പിന്നെ പറയുകയും വേണ്ട. അവരവിടെ ഇട്ടിട്ട് ചേച്ചിയെ പൊരിക്കുമായിരിക്കും. എന്നാലും നമ്മളെ വിഷമിക്കാതിരിക്കാൻ ചേച്ചി ഒന്നും തുറന്നു പറയുകയില്ല. അവിടെ വീട്ടിനകത്ത് വഴക്കുണ്ടാകാതിരിക്കാൻ എല്ലാം ഉള്ളിലൊതുക്കി നടക്കുകയാണെന്ന് ലാലേട്ടനും പറഞ്ഞു. ഇത്തരം ഒരു സാഹചര്യത്തില് ചേച്ചി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരുന്നതായിരിക്കും നല്ലത്. ജയലാലിന്റെ അമ്മ വരുന്നതിന് മുൻപ് എന്തായാലും ദീപിയെ ജയലാൽ ഇങ്ങോട്ട് കൊണ്ടുവിടാതിരിക്കില്ല. ഇനിയുള്ള കാലം ചേച്ചി ഇവിടെ നിൽക്കട്ടെ. ഫൈനൽ ഇയർ പരീക്ഷ എടുക്കാൻ തുടങ്ങിയപ്പോഴാ ചേച്ചിയുടെ പഠിത്തം മുടങ്ങിയത്. അത് കണ്ടിന്യൂ ചെയ്യട്ടെ. അപ്പൊ ചേച്ചിക്കും ലാലേട്ടനും തമ്മിൽ കാണാൻ ഇഷ്ടംപോലെ അവസരം ഉണ്ടാവുമല്ലോ. അതല്ല മോളെ എന്നെ അലട്ടുന്നത്. അവരുടെ ഒരു പ്രത്യേക സ്വഭാവം. ഇനി ജയലാലിനോട് രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ എന്തെങ്കിലും ചെയ്യോ? ഏയ് അങ്ങനെ പറയൂ. ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാൽ തന്നെ ലാലേട്ടൻ അങ്ങനെ ചെയ്യൂ? ഒന്നും പറയാൻ പറ്റില്ല മോളെ. അവര് വാശി പിടിച്ചു കഴിഞ്ഞാ അതിൽ നിന്നും അണുവിട മാറില്ല എന്നാ ജയലാല് പോലും പറയുന്നത്. സ്വന്തം വാശി ജയിക്കാൻ വേണ്ടി ആത്മഹത്യ ചെയ്യാൻ വരെ തയ്യാറാവുന്ന സ്വഭാവം രാഗിണിയുടേത്. അതുകൊണ്ടാണല്ലോ ജയലാലിന്റെ അച്ഛൻ പോലും അടിമയെപ്പോലെ നിൽക്കുന്നത്. ലാലേട്ടനെ പോലെ നല്ലൊരാളെ ദീപേച്ചിക്ക് ഇനി സങ്കല്പിക്കാൻ പോലും പറ്റില്ല. ഇങ്ങനെയുള്ള അമ്മമാര് ജീവിച്ചിരിക്കുന്നതിനേക്കാളും നല്ലത് മരിക്കുന്നതാ. എല്ലാ മക്കളും അങ്ങനെ കരുതൂ മോളെ. അമ്മമാരെ കൊന്നിട്ട് മനസ്സമാധാനായിട്ട് ജീവിക്കണമെന്ന് കരുതോ? എന്തായാലും ആ സ്ത്രീ ഇത്തിരി കടുപ്പം തന്നെ. എന്തായാലും ജയലാല് ദീപയെ ഇവിടെ കൊണ്ടൊന്ന് നിർത്തുന്നില്ലെങ്കിൽ ജയലാലിന്റെ അമ്മ വരുന്നതിന് മുൻപ് നമുക്ക് അങ്ങനെ ഒരു ആവശ്യം അങ്ങോട്ട് പറയാം. വെറുതെ ഭാഗ്യപരീക്ഷണത്തിന് നിന്നിട്ട് കാര്യമില്ല. നമ്മൾ ഇത്തരം കാര്യങ്ങളിൽ സാവകാശം കൊടുത്താൽ പിന്നെ കേൾക്കുന്നത് ഗ്യാസ് പൊട്ടിത്തെറിച്ചോ അല്ലാതെയോ ഒരു മരണവാർത്തയായിരിക്കും. എവിടെ നോക്കിയണം? ഇവന്മാരെ ഞാൻ എവിടെ വെച്ചോ കണ്ടിട്ടുണ്ടല്ലോ. അണ്ണാ, നമുക്ക് ആള് തെറ്റിയില്ല, ഇവൻ തന്നെയാണ്. ഇങ്ങോട്ട് ഇറങ്ങടാ. എന്താ കാര്യം? അതറിഞ്ഞാലേ നീ ഇറങ്ങത്തുള്ളോ? ഇങ്ങോട്ട് ഇറങ്ങടാ. നിങ്ങൾ ആരാ? ഞാനാണ് ജഡ്ജി. ഈ നിൽക്കുന്ന ആരാണെന്നറിയാമോ? ആരാച്ചാർ. നിനക്ക് ഞാൻ വധശിക്ഷ വിധിച്ചിരിക്കുന്നു. ജഡ്ജി വിധി പറഞ്ഞാ പിന്നെ അതനുസരിക്കേ നമുക്ക് നിവൃത്തിയുള്ളൂ. നിനക്ക് ഈ മുഖം ഓർമ്മയുണ്ടോടാ? ഞാൻ എവിടെയോ കണ്ട പോലെ. ഈ അടുത്ത് നിന്റെ വീട്ടിലൊരു കല്യാണം നടന്നില്ലേ? ആ കല്യാണ ദിവസമാ നീ ഞങ്ങളെ കണ്ടത്. ഇപ്പൊ പിടി കിട്ടിയോ ഞങ്ങൾ ആരാണെന്ന്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? പറഞ്ഞല്ലോ നിന്റെ ജീവനാ വേണ്ടെന്ന്. അതിന് ഞാനും നിങ്ങളും തമ്മിൽ ശത്രുതയൊന്നുമില്ലല്ലോ. ഞാൻ പോണു. അങ്ങനങ്ങ് പോവല്ലേ. നിന്റെ വീട്ടിൽ നിന്റെ അളിയൻ കല്യാണം കഴിച്ചിട്ട് വന്നൊരു പെണ്ണുണ്ടല്ലോ, അവളുടെ കണ്ണ് നിറഞ്ഞാ അത് ഞങ്ങൾക്കും വേദനിക്കൂടാ. അതിനുള്ള ചെറിയൊരു മരുന്ന് ഇപ്പൊ തരാൻ നിനക്ക്. അയ്യോ, അയ്യോ, എന്നെ കൊല്ലുന്നേ. ഓടി വരണേ. എടാ, ഈ നിൽക്കുന്ന ജഗണ്ണനുണ്ടല്ലോ, ബുള്ളറ്റ് ജഗൻ. അണ്ണന്റെ അടുത്തോട്ട് നിന്റെ നിലവിളി കേട്ടിട്ട് ആരും വരത്തില്ലടാ. വന്നാ തന്നെ വരുന്നവരൊക്കെ ഓടിപ്പോകുകയും ചെയ്യും. അയ്യോ അണ്ണാ, നോവുന്നണ്ണാ. അയ്യോ, നന്നായിട്ട് നോവുന്നണ്ണാ. ഇതിനേക്കാളൊക്കെ നൊന്തല്ലടാ ഒരു പെൺകുട്ടി അവിടെ കഴിയുന്നത്. എടാ, നീ ആ വീട്ടിൽ നിന്ന് ഒരു പെണ്ണ് കെട്ടി, എന്നിട്ട് എന്തിനാടാ ഭാര്യ വീട്ടിൽ തന്നെ കെട്ടിക്കിടക്കുന്നത്? അയ്യോ, ഭാര്യക്ക് അതാണ് ഇഷ്ടം. അയ്യോ,
എന്നാ ഞങ്ങൾക്കത് ഇഷ്ടമല്ലടാ. വീട്ടിനകത്ത് കയറി നിന്നെയും നിന്റെ ഭാര്യയും അവളുടെ അനിയത്തിയും തല്ലി കൊല്ലണമെന്ന് കരുതിയതാ. പിന്നെ പെണ്ണുങ്ങളെ കൈവച്ച ശീലമില്ല, അതുകൊണ്ടാ ഞങ്ങളങ്ങോട്ട് വരാത്തത്. നീ പുറത്തിറങ്ങുന്നത് നോക്കി നടക്കുമായിരുന്നു ഞങ്ങള്. ഇതിപ്പോ ഞങ്ങളുടെ നാടല്ല, നിന്റെ നാടാ. എന്നാൽ ഇവിടെയും അറിയും എന്റെ പേര് പറഞ്ഞാൽ പലരും. ഒന്നിലധികം കൊലക്കേസിലെ പ്രതിയാണടാ അണ്ണൻ. ഇനിയിപ്പോ നിന്നെ കൂടി കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കാൻ അണ്ണൻ എനിക്ക് യാതൊരു മടിയുമില്ല. എന്നെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിച്ചോളാം. മാനം മര്യാദക്ക് ജയലാലിന്റെ പെണ്ണിന് ആ വീട്ടിൽ കഴിയാൻ പറ്റണം. നിന്നെ കൊണ്ട് ഇനി ഒരു ശല്യം ഉണ്ടാവാൻ പാടില്ല. ഇല്ലണ്ണ, ഇല്ല. അതുപോലെ തന്നെ നിന്റെ ഭാര്യ നീ പറഞ്ഞു തിരുത്തണം. എന്റെ ഭാര്യയും അവളുടെ അനിയത്തെയും അമ്മയും ഒന്നും ആരെ കൊണ്ടും പറഞ്ഞു തിരുത്താൻ പറ്റത്തില്ലണ്ണ. പറ്റുമോന്ന് ഞാൻ നോക്കട്ടെ. അവിടെ നീ തോറ്റുപോകുന്ന അറിയാം. അതുകൊണ്ട് നിന്റെ ഭാര്യയെ മെരുക്കിയെടുക്കാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ നിന്നെ കൊണ്ട് ഇനി ഒരു ശല്യവും ദീപയ്ക്ക് ഉണ്ടാകരുതെന്ന് മാത്രമല്ല, ദീപയ്ക്കും ജയലാലിനും ഇനി ഭീഷണി ആവാനും പാടില്ല. എന്നെ എന്റെ അളിയനും തല്ലിയതാ. അയ്യോ, തല്ലി കൊന്നില്ലല്ലോടാ നിന്നെ. എന്നാ കേട്ടോ, നിനക്ക് മരിക്കാതിരിക്കണമെങ്കിൽ മര്യാദക്കൊക്കെ മുന്നോട്ട് പോയിക്കണം. ദേ, ഇനി നിന്നെ കുറിച്ച് എന്തെങ്കിലും പരാതി കിട്ടിയ വിധി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കില്ല. ഇപ്പൊ കൈ പിടിച്ച് തിരിച്ചല്ലോ, അതിന് പകരം ഞാൻ കഴുത്ത് പിടിച്ച് തിരിക്കും. എന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായ അണ്ണന്മാർ എന്ത് വേണേലും ചെയ്തോ. വാടാ. എന്നാലും നിന്നെ കൈ കെട്ടിട്ട് വെറുതെ വിടുന്നത് ശരിയല്ല. സ്വന്തം ഭാര്യ അടുത്തുള്ളപ്പോ അനിയന്റെ ഭാര്യയെ മറ്റൊരു കണ്ണോട് നോക്കി നിനക്ക് അതിനുള്ള ശിക്ഷ കിട്ടണം. ജഗ, ഇനി ജയലാലിന്റെ ഭാര്യയ്ക്ക് തന്റെ അളിയന്റെ ശല്യം ഉണ്ടാവില്ല. ആ രീതിയിൽ അവനെ മര്യാദ പഠിപ്പിച്ചിട്ടാ വിട്ടത്. കുഴപ്പമാവോ? കുഴപ്പമാവാതിരിക്കാനാ അവനെ കൈകാര്യം ചെയ്തത്. ഇനി അവൻ നിങ്ങൾക്ക് ശല്യമാവില്ല എന്ന് മാത്രമല്ല, നിങ്ങൾക്കൊപ്പം നിൽക്കും. ഭയന്നിട്ട്. അവന്റെ ശരീരം ഒന്നും ചതക്കേണ്ടത് ആവശ്യമായിരുന്നു. ശരീരം അത്ര വലുതായിട്ടൊന്നും ചതച്ചില്ല. എങ്കിലും ഉടനെ വീട്ടിലെത്തും. അപ്പൊ കാണാം എന്താ സംഭവിച്ചെന്ന്. ദീപയോട് പറഞ്ഞേക്ക്, ആ കുട്ടിയുടെ അച്ഛനും ആങ്ങളെയും എന്തെങ്കിലും ഉണ്ടായാലും ചോദിക്കാൻ വന്നില്ലെങ്കിലും അതിന് പകരക്കാരായി ഇവിടെ ചിലരുണ്ടെന്ന്. ശരി, പറയാം. എന്താവശ്യം വന്നാലും വിളിക്കേ. വാടാ. ഏത് നേരം ഇങ്ങനെ ചായയും ജ്യൂസും ഒന്നും എടുക്കണ്ട. ഞാൻ ചോദിക്കുമ്പോ മാത്രം ഇതൊക്കെ കൊണ്ടുവന്നാ മതി. ലാലേട്ടന്റെ ഇഷ്ടങ്ങളൊക്കെ അച്ഛൻ തുടക്കത്തിലെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതനുസരിച്ചാ ഞാൻ ഇതൊക്കെ കൊണ്ടുവരുന്നത്. എന്റെ ഭാര്യയ്ക്കൊരു നല്ല വാർത്തയുണ്ട്. എന്റെ ആളിയെ കിട്ടേണ്ടത് കിട്ടി. എന്തു പറ്റി? നമ്മുടെ ജഗനുണ്ടല്ലോ, അയാളെ എന്നെ ഇപ്പൊ വിളിച്ചത്. ശരിക്കും മേല് നോവിച്ചെന്നാ തോന്നുന്നേ. അയ്യോ, എന്തിനാ ഭയക്കുന്നേ? അവൻ ആളൊരു പേടിത്തൊണ്ടനാ. ബുള്ളറ്റ് ജഗൻ എന്നൊക്കെ പറഞ്ഞപ്പോ അവൻ ശരിക്ക് വരണ്ടു കാണും. പിന്നെ നമ്മുടെ കല്യാണത്തിന് ജഗനെ കണ്ടതുമാണല്ലോ. എന്റെ കാര്യങ്ങളൊക്കെ അയാളോട് ലാലേട്ടൻ പറഞ്ഞായിരുന്നോ? പറയാതെ പിന്നെ. ജഗൻ എന്റെ നല്ലൊരു സുഹൃത്താ. ഗുണ്ടയാണെങ്കിലും മനുഷ്യത്തുള്ള കൂട്ടത്തിലാ. അതുകൊണ്ട് എന്നെ കണ്ട് വിവരങ്ങളൊക്കെ തിരക്കിയിരുന്നു. ഞാനെല്ലാം വിശദമായിട്ട് പറയുകയും ചെയ്തു. അതിന്റെ റിസൾട്ടാ ഇപ്പൊ കണ്ടത്. തല്ലുകയോ മറ്റോ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രേമേട്ടൻ വെറുതെ ഇരിക്കോ? വെറുതെ ഇരുന്നില്ലെങ്കിലേ ശരീരം കുറെ കൂടെ ചതയും. അയാളിപ്പോ ദിയെ വിളിക്കുന്നുമില്ല, കാണുന്നുമില്ല. അതിന്റെ പിന്നിൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഇപ്പോഴും നിങ്ങളോടൊക്കെയുള്ള ജഗന്റെ സ്നേഹത്തിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടായാൽ അയാൾ ഇടപെടും. ചിലപ്പോ എന്നെ പോലും തല്ലിയെന്ന് വരും. അങ്ങനെയൊന്നും ചെയ്യില്ല. എന്തായാലും നമ്മളിങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോ അയാളെ പോലെ ഒരാളെ കൂട്ടുള്ളത് നല്ലതാ.
ഏതായാലും ഒരുത്തന്റെ ശല്യം ഒതുങ്ങി തന്നെ കരുതാം. ഇവിടെ നിർത്തിയാ മതി. എത്രയായി ചേട്ടാ? 50. 40 പോരെ? 10 രൂപയ്ക്ക് എച്ചിത്തരം പറയല്ലേ നീയാ? എന്നാ വെച്ചോ, നന്നായി വരും. ഓ ആയിക്കോട്ടെ. നിനക്കെന്ത് പറ്റിയടാ? എടാ എന്ത് പറ്റിയെന്ന്? ഞാനേ കാറിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങുമായിരുന്നു. ചവിട്ടിയത് വഴുക്കലുള്ള സ്ഥലത്താണ്. തന്നെ ഒരു വീഴ്ച. അയ്യോ, കൈ കുത്തിയാ വീണത്. കുഴ തെറ്റിപ്പോയി. അമ്മാവും പോയി കാർ എടുക്കണേ, വഴി കിടക്കുക. നിന്റെ തല തെറ്റിയപ്പോഴേ അറിയാമായിരുന്നടാ കുഴ തെറ്റുവന്ന്. എടാ പ്രാക്കടാ പ്രാക്ക്. ഒരു പാവപ്പെട്ട പെങ്കുച്ചിനെ നീ ഇവിടിട്ട് ഇല്ലാത്ത ദ്രോഹങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് കഥ മാറ്റി, പ്ലേറ്റ് മാറ്റി. അതിന് ദൈവം തന്ന ശിക്ഷയാടാ ഇത്. അതുകൊണ്ട് നിന്നോട് ഒരു സിമ്പതിയില്ല. മനസ്സിലായി അമ്മാവ, എനിക്ക് മനസ്സിലായി. എന്റെ കൊള്ളരുതായ്മയുടെ ഫലമാ എനിക്ക് കിട്ടിയെന്ന്. അത് മനസ്സിലാക്കിയിട്ട് ഞാൻ ജീവിക്കും. അയ്യോ, ദീപയുമായിട്ട് ഒരു പ്രശ്നത്തിനും ഞാനില്ല. നിന്റെ വാക്ക് ഒരു കാലത്തും വിശ്വസിക്കാൻ പറ്റില്ല. ഓന്തിന് കയ്യും കാലും വെച്ചവനാ നീ. അതുകൊണ്ട് നിറം മാറുന്നത് ഏത് സമയത്താന്ന് പറയാൻ പറ്റില്ല. അതെ, പിന്നെ ദീപമോളുടെ മേലുള്ള നോട്ടം അവസാനിപ്പിച്ചില്ലെങ്കിലേ നിന്റെ കൈയല്ല, നിന്റെ കഴുത്ത ഉളുക്കാൻ പോകുന്നത്. അമ്മയാണ് സത്യം. ഞാൻ ദീപയായിട്ട് വാക്കുതർക്കത്തിന് പോലും നിൽക്കത്തില്ല. ഇനി അവളെ പരമാവധി ന്യായീകരിച്ചേ ഞാൻ സംസാരിക്കത്തുള്ളൂ. എടാ, അതിലും നല്ലതല്ലേടാ നീ നിന്റെ ഭാര്യയുമായി ഇവിടുന്ന് മാറി താമസിക്കുന്നത്. ദേഹം അനങ്ങി എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കടാ. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നതാ. ആ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോകുമ്പോ ഏതു നേരത്തും എന്നെ കാണണമെന്ന് ഹേമയ്ക്ക് ഒരേ വാശിയാ. വീട്ടിനകത്ത് ഭാര്യയ്ക്ക് കൂട്ടിരുന്ന ചെലവിന് കൊടുക്കാൻ പറ്റുമോ? എടാ, ജോലി ചെയ്യാൻ ഇഷ്ടമില്ലാത്തവന് അങ്ങനെ പല കാരണങ്ങളും കാണും. ഉള്ളത് പറഞ്ഞാല് ജയനെ പോലെ ഒരു അളിയനെ കിട്ടിയതാ നിന്റെ ഭാഗ്യം. അല്ലെങ്കിൽ നീ ഒരു ദിവസം പോലും ഇവിടെ നിൽക്കില്ലായിരുന്നു. അങ്ങനെ നിന്നെ, നിന്റെ ഭാര്യയെയും ഈ വീട്ടിലുള്ള എല്ലാവരെയും നന്നായി നോക്കുന്ന ഒരുത്തനെയാ നീയൊക്കെ ജീവിക്കാൻ സമ്മതിക്കാത്തത്. നിനക്കൊക്കെ ചെല്ലിനും ചെലവിനും തന്നിട്ട് ജയൻ ഒരു കല്യാണം കഴിച്ചപ്പം അവനെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ സമ്മതിക്കത്തില്ല. അതാണിപ്പോ ഇവിടെ നടക്കുന്നത്. എല്ലാ തെറ്റും എനിക്ക് മനസ്സിലായി അമ്മാവ. അതുകൊണ്ട് ഞാനിനി ഒന്നിലും ഇടപെടില്ല. എന്റെ ഭാഗത്തുനിന്ന് ഇനി ഒരു വീഴ്ചയും ഉണ്ടാവൂല. അങ്ങനെ ഉറച്ച ഒരു തീരുമാനം എടുത്താൽ നിനക്ക് നല്ലത്. എടാ, ഒന്നുമില്ലെങ്കിലും അടുക്കളയിൽ കയറി എനിക്കൊപ്പം എന്തെല്ലാം ജോലി ചെയ്തോണ്ടിരുന്നവളാ ദീപ. ഇപ്പൊ അടുക്കളയെ പോലും കേറണ്ടെന്ന് പറഞ്ഞിരിക്കുക നിന്റെ ഭാര്യയെ അവിടെ അനിയത്തി. എന്നാ ഇവളുമാരെ കൊണ്ടെന്തെങ്കിലും കൊള്ളാവോ? ഒരു ചായയെങ്കിലും ഇവളുമാരിട്ട് തരുവോ? അല്ല, ഒരു പ്ലാവിലെങ്കിലും കുരിഞ്ഞെടുക്കുവോ? എന്ത് ചെയ്യാനാ അമ്മാവ? അതൊക്കെ ചെയ്യണോന്ന് പറഞ്ഞു കഴിഞ്ഞാ ഞാനും കൂടി അടുക്കളയിൽ കയറേണ്ടി വരും. ഇനിയിപ്പൊ ഈ കൈയും വെച്ചോണ്ട് ഞാൻ എങ്ങനെ അടുക്കളയിൽ കയറി പെരുമാറാനാ? നിന്റെ കൈ ശരിയായൊരു നീ അങ്ങ് ചെയ്യുമായിരുന്നു. ഇനിയിപ്പോ സ്വഭാവത്തിൽ മൊത്തത്തിൽ ഒരു മാറ്റം വരുത്തേണ്ട സമയമായി. അങ്ങനെ ആ കാര്യങ്ങളുടെ പോക്ക്. ഇത് നീ ശരിക്കും കാല് തെറ്റി വീണതാണോ? അതോ ആരെങ്കിലും നിന്റെ കൈ തല്ലി ഓടിച്ചതാണോ? അമ്മാവൻ ഇനി സത്യം അറിഞ്ഞോ എന്തോ? നീ എന്തോ ആലോചിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞതിൽ എന്തോ സത്യമുണ്ടല്ലേ? ഒരിക്കലുമില്ല. ഇത് ഞാൻ കാലുവഴുതി വീണതാ. അല്ല എടാ, നിന്റെ സ്വഭാവം വെച്ചിട്ട് അതിനുള്ള സാധ്യതയില്ല. പിന്നെ നീ പറഞ്ഞത് ഞാനങ്ങ് വിശ്വസിച്ചു പോരെ? ഈ നെടുവീരിയൻ അമ്മാവന്റെ ഉൾപ്പെടെ എല്ലാവരുടെയും പ്രാക്ക. എന്റെ ഒരു വേദന. അമ്മേ,
ദീപമോളെ ഒന്ന് നിക്കണേ, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒരുപാട് തെറ്റുകൾ ഞാൻ ദീപയോട് പറഞ്ഞിട്ടുമുണ്ട്, ചെയ്തിട്ടുമുണ്ട്. അതിനൊക്കെ ഞാൻ മാപ്പ് പറയുക. അതുപോലെ തന്നെ ഇനി മറ്റൊരു കണ്ണോട് ഞാൻ ദീപയെ നോക്കത്തില്ല.